മധു കൊടുക്കുന്ന നല്ല പൂക്കളായി മാറും. അഥവാ യേശു ക്രിസ്തുവിന്റെ സൽവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ച് പിൽക്കാലങ്ങളിൽ സമൂഹത്തിൽ അത്തരം വചനങ്ങൾ നല്ല സൗരഭ്യം ധ്വനിപ്പിക്കുന്ന പൂക്കളായി മാറും എന്നാണ് ആ കവി പാടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു അർത്ഥമാണ് ഇവിടെ നടക്കുന്നത്. കർത്താവായ യേശു കാലുവരി നമുക്ക് വേണ്ടി യാഗമായതിന്റെ പിന്നിൽ നമുക്ക് ലഭിച്ച ആത്മരക്ഷ സമൂഹത്തിന്റെ മുമ്പിൽ സൗരഭ്യ വാസനയായി മാറ്റിയെടുക്കുവാനുള്ള പിന്തലമുറക്കാരാണ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരും തന്നെ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഫിലോമോന്റെ ലേഖനം 5-ാമത്തെ വാക്യത്തിൽ ഒരു വളരെ വ്യക്തമായി ഒരു ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം മുഴുവൻ വായിക്കുന്നില്ലെങ്കിലും അത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഫിലോമോന്റെ എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളായി മാറുന്നത്. ഈ സമൂഹത്തിൽ ജീവിച്ചു തുടരുമ്പോൾ വ്യക്തിത്വം നമുക്കുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, കാര്യനിർവഹണ ശേഷിയുണ്ട്, പ്രാപ്യതകൾ പലതുണ്ട്. എന്നാൽ ഈ വാക്യം പറയുന്നു നമ്മിലുള്ള നന്മകളുടെ പരിജ്ഞാനം ക്രിസ്തുവിന് ഫലപ്പെടണം. ഇവിടുത്തെ PVPയിലും ഇവിടുത്തെ സൺഡേ സ്കൂളിലും ഈ ലോക്കൽ സഭയുടെ അംഗത്വത്തിലും പ്രാദേശികമായി ഞങ്ങളോട് സഹകരിക്കുന്ന ചുറ്റുപാടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലും ദൈവം ജന്മസിദ്ധമായി തന്നെ നന്മകൾ കരുതിയിട്ടുണ്ട്. അതിലുപരി കാലം അവർക്ക് കൊടുത്ത ആത്മീക ദാനങ്ങൾ, കൃപാവരങ്ങൾ, ശുശ്രൂഷ നൈപുണ്യങ്ങൾ അവരിൽ നന്മ കൊടുത്തിട്ടുണ്ട്. ആ നന്മകളുടെ പരിജ്ഞാനം സമൂഹത്തിന് സഫലമാക്കാനുള്ള ഒരു കർത്തവ്യം നമുക്കുണ്ട് എന്ന് ഈ വാർഷിക മീറ്റിംഗിൽ ദൈവമക്കൾ നന്നായി അറിയും. ദൈവം എന്നെ സൃഷ്ടിച്ചു, ദൈവം എനിക്ക് അവസരം ദാനമായി തന്നു, ദൈവനാമത്തിൽ ഞാൻ പ്രബലപ്പെടുന്നു. എന്നാൽ ദൈവം എനിക്ക് എന്ന വ്യത്യസ്ത ഭൗതികം മാത്രമല്ല, ശരീരത്തിന്റെ ആകൃതി സൗന്ദര്യം മാത്രമല്ല, കൃപ, താലന്തുകൾ, വ്യത്യസ്തമാകുന്ന നൈപുണ്യങ്ങൾ എല്ലാം അതിന്റെ പരിജ്ഞാനം ഉപയോഗിച്ച് ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന്റെ നാമത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിധ്വനിപ്പിക്കുക എന്നുള്ള ഒരു പുത്തൻ ചുമതല നമുക്കുണ്ട് എന്ന് ഈ വാക്യം നമ്മോട് പറയുന്നു. കഴിഞ്ഞ ഒരു നടപ്പ് വർഷത്തിൽ ഇവിടെയുള്ള ദൈവമക്കൾക്കും ഇവിടെയുള്ള പിന്തലമുറക്കാർക്കും ഈ സഭയിൽ നിന്ന് പുറത്ത് പാർത്ത് ഉപജീവന തൊഴിൽ ചെയ്തവർക്കും കർത്തൃവേലയിൽ വ്യാപൃതരായിരുന്നവർക്കും ഒക്കെ ദൈവ നന്മകളും അനുഗ്രഹങ്ങളും നിറവടിയായി നിവർത്തിച്ചു കൊടുത്തു. തീർത്തും ഈ സഭയുടെ പാസ്റ്റർ നിലയിൽ എനിക്കതിന് ദൈവത്തോടെ നന്ദിയും കടപ്പാടുമുണ്ട്. എന്നാൽ എന്റെ ആസ്തിയും മാംസത്തിന് മാംസമാകുന്ന സഹോദരങ്ങളായ നിങ്ങളോട് ഏവരോടും ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നത് നമുക്ക് ദൈവം തന്ന നന്മ പരിജ്ഞാനപരമായി ക്രിസ്തു നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു നല്ല തീരുമാന ശേഷിയോട്, പ്രവർത്തന നൈപുണ്യതയോട് കർത്തൃനാമത്തിൽ പ്രാമുഖ്യം തെളിയിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. അതിനുള്ള അവസരങ്ങൾ ഒരു കാരണവശാലും മാറരുത്. സമയമാകട്ടെ, പണമാകട്ടെ, കാര്യനിർവഹണ ശേഷിയാകട്ടെ, പ്രവർത്തന നൈപുണ്യമാകട്ടെ, എന്തു തന്നെ ആയിരുന്നാലും കർത്തൃനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി നല്ലവരും ഈശ്വസ്തരുമായ ദാസൻ എന്ന പേരിന് അർഹതയുള്ളവരായി തീരുവാൻ മനസ്സ വാച കർമ്മണ ഒരുങ്ങും. ഈ നടപ്പ് വർഷത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സഭാ പ്രതിനിധികൾ, ലോക്കൽ സഭയുടെ പിൻബലത്തോട് ഇവിടെ സൺഡേ സ്കൂളിലും PVPയ്ക്കും ചെയ്ത എല്ലാ സേവനം മുഖാന്തരം വെളിപ്പെട്ടു വന്ന എല്ലാ നന്മയ്ക്കും ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്നും കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ വരുന്ന ഒരു വർഷത്തിലും എല്ലാവിധ അത്ഭുതങ്ങളും വളർച്ചകളും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആശംസിക്കുന്നു. ധാരാളമായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷത നിലയിലെ ആമുഖ വാക്കുകൾ കൂടി അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി തുടർന്ന് ഒരു സോളോയ്ക്കുള്ള സന്ദർഭമാണ്. എസ്തർ ഇപ്പോൾ ആ പാട്ട് വന്ന് പാടുന്നതായിരിക്കും.
ഇങ്ങനെ സൺഡേ സ്കൂളിലെ PYPയുടെ വാർഷികമായിട്ട് കൂടി വരുവാൻ ദൈവസഹായത പ്രത്യേക സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഈ വർഷം എല്ലാ വർഷത്തെ പോലെ ഞങ്ങൾ ഓരോ തീം എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ വാർഷികം ആഘോഷിക്കുന്നത്. ഈ വർഷം നമ്മൾ സീൽ എന്ന് പറഞ്ഞൊരു തീമിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സീൽ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തമായ ഊർജ്ജം അല്ലെങ്കിൽ ശക്തമായ ഉത്സാഹത്തെ കാണിക്കുന്ന ഒരു വാക്കാണ് സീൽ എന്ന് പറഞ്ഞ വാക്ക്. ശക്തമായ ഊർജ്ജം, ശക്തമായ ഉത്സാഹം ഇവിടെയുള്ള നമ്മുടെ PYP അംഗങ്ങൾക്കും സൺഡേ സ്കൂൾ അംഗങ്ങൾക്കും ദൈവദാനമായി കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ അവർ ഉപയോഗിക്കുന്നു, അവർ പല സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിക്കുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കേണ്ട സ്ഥലം നമ്മുടെ സ്വന്തം സഭയാണ്. ഈ സഭയിലെ നമ്മുടെ കുട്ടികളെ വളർന്നു വരുന്ന പിൻതലമുറയെ നമ്മൾ ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും വാർഷികം പോലത്തെ ഓരോ പ്രവർത്തനങ്ങൾ അവരെ സഹായിക്കുന്നു. അതിനായി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അടുത്തതായിട്ട് മെമ്പർ പ്രസിഡന്റ് ജബ്രീസിനെ ക്ഷണിക്കുന്നു. ഈ സമയത്ത് തന്നെ അക്സ ആൻഡ് ആശ്രി ആക്ഷൻ സോങ്ങിനുവേണ്ടി താരമായിട്ടിരിക്കുന്നു. ഞാൻ അവരെ കാത്തുകാത്തിരിക്കണം. അവനെങ്കിലും നിന്റെ നിലവിളില്ലാത്ത നാശമാണ്. കുഴിയിൽ നിന്നും കുഴിയിൽ ചേർന്ന് അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകൾ ഒരു പാറമണെത്തി എൻ്റെ തൊഴിലിൻ്റെ തിരുമാക്കി അവൻ എൻ്റെ ഒരു പാട്ട് നമ്മുടെ ദൈവത്തിന് തൻ്റെ ആസനമാക്കിക്കൊള്ളി നികളിൽ യാത്ര തിരിഞ്ഞവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനസ്സിലാക്കി എൻ്റെ ദൈവമായ നീ ചെയ്ത അത്ഭുത നോക്കുന്നത് രണ്ടുപേരുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകും. നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം ഞാൻ അവരെ വിളിച്ചു പ്രസവിക്കും. എന്നാൽ അവരുടെ കൂടാതെ അറിയുമ്പോൾ അവനെ ആ ബോധന നീച്ചു
ശാലിനിയെ ക്ഷണിക്കുന്ന ഭാവന. നെക്സ്റ്റ് പ്രോഗ്രാം ഇത് കഴിഞ്ഞിട്ട് കൊറിയോഗ്രാഫിയാണ് പെരിയൽ ഗേൾസ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശ്രേഷ്ഠ ദേവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു ചെറിയ ഭാവന അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാവനയുടെ പേര് പെന്തക്കോസ്തിൽ കണ്ടതും കേട്ടതും. പെന്തക്കോസ്തിൽ കണ്ടതും കേട്ടതും. നമ്മുടെ നാട്ടിലുള്ള ഒരു പെന്തക്കോസ്ത് ഭവനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ സഭയിൽപ്പെട്ട ആരുടെയും വീടല്ല, മറ്റൊരു പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട വീടാണ്. ഈ വീട്ടിൽ 3 അംഗങ്ങളുണ്ട്. ഗ്രഹനാഥൻ ബാബുചായനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ റോസമ്മാമ്മയും ഏകപുത്രൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോസ്മോനും. ഒറ്റപുത്രനായതുകൊണ്ട് ജോസ്മോനെ വളരെ ഓമനിച്ചാണ് വളർത്തുന്നത്. അവന് പ്രയാസം വരുന്നതൊന്നും പപ്പായും മമ്മിയും പറയത്തില്ല. ഞായറാഴ്ച രാവിലെ സമയം നമുക്ക് ഈ പെന്തക്കോസ്ത് ഭവനത്തിലെ സംഭാഷണങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം റോസമ്മാമ്മയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. അതിവിടെ പതിവാണ്. നിങ്ങൾ യാത്രയാവുന്ന സമയം എങ്ങോട്ടാ മച്ച? പാൻറ്റും വെള്ളോടുപ്പും ഒക്കെ ഇട്ട് പൗഡറും പൂശി ഒരുങ്ങി നിൽക്കുന്നത് എവിടെ പാനാ? റോസമ്മേ, ഇന്ന് ഞായറാഴ്ചയാ, നീയൊക്കെ മറന്നുപോയോ? ബാബുചായൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. സഭായോഗത്തിന് പോകണ്ടായോ? മണി 9 കഴിഞ്ഞു. സഭായോഗം ഇപ്പോൾ തുടങ്ങിക്കാണും. എല്ലാ ഞായറാഴ്ചയും 10 മണി കഴിഞ്ഞ് കയറി ചെല്ലാൻ നാണമില്ല. ആ പാസ്റ്ററുടെ വായിലിരിക്കുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇന്നെങ്കിലും നേരത്തെ ചെല്ലെന്ന് വിചാരിച്ചാ. ജോസ്മോൻ എന്നെ റോസമ്മേ വിളിക്കാമേ. കഴിഞ്ഞ ഞായറാഴ്ചയും അവൻ സൺഡേ സ്കൂളിൽ പോയില്ല. പാസ്റ്റർ ഇതെല്ലാം എന്നെ പ്രസംഗത്തിൽ പറഞ്ഞ് നമുക്കിട്ട് കുത്തും. നിങ്ങളൊന്ന് ചുമ്മാ ഇരി മനുഷ്യ. ഇതിപ്പോ ഡിസംബറായി. മെയ് മാസത്തിൽ പാസ്റ്റർമാരുടെ ട്രാൻസ്ഫറാ. നമ്മൾ ഇതുപോലത്തെ എത്ര പാസ്റ്റർമാരെ കണ്ടതാ? റോസമ്മാമ പറഞ്ഞു. ഏതായാലും എനിക്ക് നിന്റെ അത്രയും തൊലിക്കെട്ടിയില്ല. പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമാ. റോസമ്മാമ ജോസ്മോനെ വിളിച്ചു. എടാ ജോസേ, എടാ ജോസേ, എണ്ണീക്കടാ, ഇതെന്നെ ഉറക്കവാടാ, നേരം വെളുത്തു. ഇത് ഞായറാഴ്ചയാ, സഭായോഗത്തിന് പോകണ്ടായോ? സൺഡേ സ്കൂൾ ഇപ്പൊ കഴിഞ്ഞാണോ? സഭായോഗത്തിനെങ്കിലും പാടാൻ പോണേ. ഉടനെ ബാബുചായൻ പറഞ്ഞു. അതെങ്ങനെയാന്ന് പറ. ഇവൻ രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് കിടന്നാൽ ഉറങ്ങുകയില്ല. ഒന്നി മൊബൈലിൽ സംസാരിച്ചോണ്ടോ ഗെയിം കളിച്ചോണ്ടോ കിടക്കും, അല്ലെങ്കിൽ ടിവിയിലെ റിയാലിറ്റി ഷോയിൽ കണ്ടോണ്ടിരിക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് മൊബൈൽ വാങ്ങിക്കൊടുക്കേണ്ടെന്ന് ഞാൻ അന്നേ റോസമ്മയോട് പറഞ്ഞതാ. പലവട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ ജോസ്മോൻ ഉറപ്പിച്ചടപോടെ കണ്ണും തിരുമ്പി എഴുന്നേറ്റ് വന്നു. മമ്മി മമ്മി, ഞാൻ സഭായോഗത്തിന് വരുന്നില്ല. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. 2 മാസം കൂടെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാമാ. ബാബുചായൻ വിട്ടുകൊടുത്തില്ല. എടാ ജോസേ, നീ വേല ഒന്നും ഇറക്കണ്ട. TV വല്ല ക്രിക്കറ്റ് മാച്ചും കാണും, അത് കണ്ടോണ്ടിരിക്കാനാ. എടാ മോനെ, നീ ആത്മീയല്ലാരെങ്കിലും ഉഴുപ്പ് കാണിച്ചാൽ സ്വർഗത്തിൽ പോവുകയില്ല. ഉടനെ ജോസ്മോൻ പറഞ്ഞു. വേണ്ട വേണ്ട, ഈ പപ്പായും മമ്മിയും പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോകണ്ട. ഈ വീട്ടിൽ എനിക്ക് ഒട്ടും സ്വൈര്യം നിങ്ങൾ തരത്തില്ല. പിന്നെ നിങ്ങളുടെ സ്വർഗത്തിൽ വന്നാൽ അവിടെ സ്വൈര്യം കിടത്തില്ല. എനിക്കൊരു ബൈക്ക് മേടിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി, ഇതുവരെ വാങ്ങി തന്നോ? ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വാങ്ങി തരണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി തന്നില്ല. ഉടനെ ജോസ്മോന്റെ മമ്മിയുടെ വിട്ടു. പോട്ട് പപ്പ, അവനെ വിട്ടേ, അവൻ ഒത്തിരി പഠിക്കാൻ കാണും. ഈ വർഷം 10ാം ക്ലാസ്സിലല്ലയോ? മോനെ, ബൈക്കും ലാപ്ടോപ്പും ഞാൻ വാങ്ങിത്തരാം. നല്ലതായിട്ട് പഠിക്കണം. പിന്നെ വീട്ടിലിരിക്കുന്നത് കൊള്ളാം. പറമ്പിലോട്ടൊരു നോട്ടം വേണം. തെങ്ങയിലെല്ലാം ഒത്തിരി തേങ്ങ ഉണങ്ങി കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് പൊടിയും. പിന്നെ ടെറസ് റബ്ബർ ഷീറ്റ് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വന്നെല്ലാം പെറുക്കിക്കൊണ്ട് പോകരുത്. ആ, ജോലി വരികയാണെങ്കിൽ അരിയപ്പൊടി ഇരിക്കുന്നിടത്ത് വറുത്ത് വെക്കാൻ പറയണം. ഫ്രിഡ്ജിലിരിക്കുന്ന മീനെടുത്ത് കറി വെക്കാനും പറയണം. കുട്ടാ, നിനക്ക് ഹോർലിക്സിന്റെ പാല് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ, എടുത്തു കുടിക്കാൻ മറക്കല്ലേ. ബാബുചായന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ശുദ്ധനായ ബാബുചായന്, ശുദ്ധനും ഭക്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹവുമുള്ള ബാബുചായന് ഉള്ളിൽ ഇതൊട്ടും ഇഷ്ടമായില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല.
റോസുമാമ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഉള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതെ ബാബുചായൻ പറഞ്ഞു, എടാ ജോസെ, വീട്ടിൽ ഇരിക്കുന്നത് കൊള്ളാം, വല്ലോ നന്നായി പഠിച്ചോണം. 10ാം ക്ലാസ് എങ്ങാനും തോറ്റേച്ച് വന്ന പിന്നെ നിന്നെ വല്ല ബൈബിൾ കോളേജിൽ ചേർക്കേ നിവൃത്തിയുള്ളൂ. ഞാൻ മുൻകൂട്ടി പറഞ്ഞില്ലെന്ന് വേണ്ട. ബാബുചായൻ ബൈക്ക് എടുത്ത് പോകാൻ തയ്യാറായിരുന്നു. റോസമ്മേ, ഇങ്ങോട്ട് ഇറങ്ങ, മണി 10 കഴിഞ്ഞു, സഭായോഗം 9:30 തുടങ്ങിയതാണ്. റോസുമാമ പെട്ടെന്ന് ഇറങ്ങി വന്ന് ബാബുചായന്റെ ബൈക്കിന്റെ പുറകിൽ ഇരിപ്പുറപ്പിച്ചു. റോസുമാമയുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ബാബുചായൻ ചോദിച്ചു, എടി റോസമ്മേ, സഭായോഗത്തിന് പോകുമ്പോ എന്തിനാടി മൊബൈൽ കൊണ്ടുപോകുന്നത്? ആരെ വിളിക്കാനാ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഏതാ നഷ്ടം? അത് എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സഭായോഗത്തിന് ഇരുന്നപ്പോഴാണ് എൻ്റെ അനിയത്തി മേരിക്കുട്ടി അമേരിക്കയിൽ നിന്ന് വിളിച്ചത്. പിന്നെ ഞാൻ പുറത്തിറങ്ങിപ്പോയി അവളോട് സംസാരിച്ചു. അതെന്റെ മൊബൈൽ കയ്യിലായിരുന്നെങ്കിൽ അവളോട് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? മിക്ക സഹോദരിമാരും മൊബൈലും കൊണ്ടാണ് സഭായോഗത്തിന് വരുന്നത്. കൺവെൻഷനൊക്കെ ഇരിക്കുമ്പോൾ സ്റ്റേജിൽ ഇരുന്ന് സീനിയർ പാസ്റ്റർമാര് മൊബൈലിൽ സംസാരിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നല്ലേ ഇത് വലിയ കാര്യം. ഉടനെ ബാബുചായൻ ചോദിച്ചു, എന്നിട്ട് സഭായോഗത്തിന് പോകുന്ന നീ എന്നെ റോസമ്മേ ബൈബിൾ എടുക്കാനത്? എന്റെ ബൈബിൾ നിങ്ങളുടെ ബൈക്കിന് സൈഡ് ബോക്സിൽ സ്ഥിരമായി കിടപ്പുണ്ട് മനുഷ്യ. സഭാഹാളിൽ അവിടെ ചെല്ലുമ്പോൾ എടുത്താൽ പോരെ. ഉടനെ ബാബുചായൻ ചോദിച്ചു, എന്നിട്ട് നീ കഴിഞ്ഞ ആഴ്ച സഭയിൽ സാക്ഷി പറഞ്ഞപ്പോ പറഞ്ഞല്ലോ എല്ലാ ആഴ്ചയും 1 മണിക്കൂറെങ്കിലും വചനം വായിച്ച് ധ്യാനിക്കുമെന്നാണ്. എന്തിനാ റോസമ്മേ ദൈവസഭയിൽ വ്യാജം പറയുന്നത്? അത് വലിയ കാര്യമല്ലേ. ഇന്നാളൊരിക്കൽ ആ രാജമ സഹോദരിയാണെങ്കിൽ അങ്ങ് പുള്ളിക്കാരിയുടെ കൊച്ചൊന്ന് ചുമച്ചെന്ന് പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് സാക്ഷി പറഞ്ഞു. ശാന്തമ സഹോദരിയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് വഴിക്കാൻ കണ്ട് ഒരു പട്ടി കുറച്ച് അങ്ങനെ നേരത്തെ കുറച്ചെന്ന് പറഞ്ഞുകൊണ്ട് 15 മിനിറ്റ് സാക്ഷ്യം പറഞ്ഞു. പിന്നല്ലേ ഇത് വലിയ കാര്യം. നിങ്ങൾ നേരെ നോക്കി വണ്ടി ഓടിക്കും മനുഷ്യ. എനിക്ക് 2 സൽവാർ കമീസ് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി. സാരി ഉടുക്കുന്നതൊക്കെ ഇപ്പൊ വെറും പഴഞ്ചന. എന്തൊരു അസൗകര്യമാണെന്നറിയാമോ ഈ സാരി ഉടുക്കുന്നത്. എല്ലാവരും വിചാരിക്കും എനിക്ക് ഒത്തിരി പ്രായമാണെന്ന്. വല്യമ്മച്ചിമാര് വരെ ഇപ്പൊ സൽവാർ കമീസാണ് ഉടുക്കുന്നത്. മാത്രമല്ല സൽവാർ കമീസ് ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ചരഞ്ഞിരിക്കണ്ടല്ലോ ബൈക്കിൽ ഇരിക്കുമ്പോ. ആണെങ്കിൽ ഇരിക്കുന്ന പോലെ നേരെ നോക്കിയിരിക്കാമല്ലോ. അയ്യോ, ഞാൻ സ്തോത്രാഴ്ച എടുക്കാൻ മറന്നുപോയി. സഭാഹാളിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സ്തോത്രാഴ്ച ഇടാൻ 25 പൈസ തരാൻ മറക്കരുത്. എടി, 25 പൈസ നാണയമൊക്കെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ട് 6 മാസമായി. നീ ഇതുവരെ അറിഞ്ഞില്ലേ? ഓ, ഞാൻ അറിഞ്ഞില്ല. ഇത്രയും നാളും ഞാൻ 25 പൈസയാണ് സ്തോത്രാഴ്ച ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മിനിമം 50 പൈസ ആക്കിയേക്കാം, റോസുമാമ പറഞ്ഞു. അതെങ്ങനെയാന്ന് പറ. വീട്ടിൽ പത്രം കണ്ടാലും അത് വായിക്കുകയില്ല. ടിവിയുടെ മുമ്പിൽ മണിക്കൂറുകളിൽ സീരിയൽ കാണും, പക്ഷേ ന്യൂസ് ഒന്നും കാണുന്നില്ല. പിന്നെ എങ്ങനെയാ മനുഷ്യന് വിവരം വരുന്നത്? റോസുമാമ ഉടനെ വിഷയം മാറ്റി. ഓ, നമുക്കൊരു കാർ ലഭിക്കാൻ എത്ര നാളാണ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയിൽ ഒരു വിടുതലുമില്ല. എനിക്കാണെങ്കിൽ അടുക്കളയിൽ ഇച്ചിരി പണി ചെയ്ത ഉടനെ ഭയങ്കര നടുവേദനയാണ്. ജോസ്മോനാണെങ്കിൽ കഴിഞ്ഞ ഓണം പരീക്ഷയ്ക്ക് 4 വിഷയത്തിന് തോറ്റ്. നിങ്ങൾ കഴിഞ്ഞ മാസം ബൈക്കിൽ വന്ന് വീണില്ലേ? എന്ന് മാത്രം പോരാട്ടമാണ് നമ്മുടെ വീട്ടില്. നമ്മുടെ പാസ്റ്റർക്ക് ഒരു കൃപയുമില്ല. മേരിക്കുട്ടി കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ നിന്ന് വിളിച്ചപ്പോ പറയുകയായിരുന്നു, അവരുടെ സഭയിൽ എന്നാ വിടുതലാണെന്നറിയാമോ? അവരുടെ സഭയിൽ ഏത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചാലും തന്നെ വിടുതല. മേരിക്കുട്ടിയുടെ അമേരിക്കയിലെ വീട് ഇച്ചിരി ചെറുതായിരുന്നു. അവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആ വിഷയം വെച്ച് അവരുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. വിശ്വസിക്കുകയല്ല, ഉപവാസം തീർന്നതിന്റെ അന്ന് തന്നെ അവർക്ക് 5 ബെഡ്റൂമുള്ള വലിയ വീട് ലഭിക്കാൻ ഇടവന്നു. മേരിക്കുട്ടിയുടെ പിള്ളേര അവിടുത്തെ സഭയിലെ സൺഡേ സ്കൂളിലും കൊയറിനും പിവേക്കും എല്ലാം മുൻപിൽ നിൽക്കുന്നത്. ഇവിടെ മൂത്ത മോൻ ഭയങ്കര പാട്ടുകാരനാ. എന്നാ പാട്ട്
തലത് വർഷമൊന്നേയും മേൽക്കൂട്ടൊരു പിള്ളേർക്ക് ഇപ്പോഴും ഫസ്റ്റാ. ഉടനെ ബാബുചാൻ പറഞ്ഞു, ഓ എന്നിട്ട് ഇന്നാളിൽ അവരെ നാട്ടിൽ വന്നപ്പം രണ്ടുപേരും മുഴുവൻ സമയം അലക്ഷ്യമായിട്ടിരിക്കുകയായിരുന്നു. സഭായോഗത്തിന് വന്നപ്പം ആ മൂത്ത പയ്യനാണെങ്കിൽ പാസ്റ്റർ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമനാണെങ്കിൽ ആരാധനയുടെ ഇടയ്ക്ക് ആർക്കാണ് എല്ലാം SMS അയക്കുന്നത് കണ്ടു. ഓ അതിലിപ്പോൾ എന്നായിരിക്കും, അമേരിക്ക വളരുന്ന പിള്ളേരല്ലേ, ചെറിയ കുസൃതിയൊക്കെ കാണിച്ചിരിക്കും. എന്നിട്ടാണെങ്കിൽ സാക്ഷി പറയുന്ന സമയമായപ്പോഴത്തേക്കും രണ്ടെണ്ണം കൂടെ ചാടി എണീറ്റ് ൂഷ് എന്നൊക്കെ ഏതാണ്ട് എല്ലാം ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഓ മേരിക്കുട്ടി കൂടെ പോയപ്പോൾ അമേരിക്കയിൽ കൂടി കയറിയിട്ട് 4-5 വർഷമെങ്കിലും ആയി കാണും. അവിടെ എല്ലാം ഇംഗ്ലീഷല്ലേ. പിന്നെ ഇവിടെ നാട്ടിലത്തെ പള്ളിക്കൂടങ്ങളിൽ 8-10 ക്ലാസ് വരെ പഠിച്ചേച്ച് പോയവരല്ല 4-5 വർഷം കൊണ്ട് മലയാളം മുഴുവൻ മറന്നുപോയി. ഒന്ന് ചുമ്മാ റോസമേ, മലയാളം അറിയാത്തത് ഏതാണ്ട് വലിയ ഗമയാണെന്ന് വിചാരം. ഒരു ജാടയൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് 10:15 ബാബുചാനും റോസമ്മയും സഭാ കോമ്പൗണ്ടിൽ ബൈക്കിലെത്തി. പക്ഷെ സഭാകൾ അടച്ചിട്ടിരിക്കുന്നു. അവിടെ ഒന്നും ഒറ്റ മനുഷ്യനെയും കാണാനില്ല. പാസനേജിൽ ചെന്ന് തിരക്കാമെന്ന് വെച്ചപ്പോൾ പാസനേജ് കൂട്ടിയിട്ടിരിക്കുന്നു. യോ എന്തു പറ്റി? രണ്ടുപേരും അത്ഭുതപ്പെട്ടു. ഇത് ഞായറാഴ്ച തന്നെയാണോ? ഇത് ഞായറാഴ്ച തന്നെയാണ്. ബാബുചാൻ പറഞ്ഞു, നമ്മളിങ്ങോട്ട് വന്ന വഴിക്കെല്ലാം മർത്തോമ പള്ളിയിലും യാക്കോബ പള്ളിയിലും ഒക്കെ ആരാധന നടക്കുന്നത് കണ്ടേ. പിന്നെ എന്തു പറ്റി? റോസമാമ ചോദിച്ചു. യോ ഇനി കർത്താവിന്റെ മധ്യാകാശവരെ നടന്നോ? നമ്മൾ കൈവിടപ്പെട്ടോ? രണ്ടുപേരും ഒന്ന് നീട്ടി. നിങ്ങൾ ചുമ്മാ പേടിപ്പിക്കുന്ന വർത്തമാനം പറയാതെ മനുഷ്യ. ഏതായാലും നമ്മുടെ സഭയിലുള്ള എല്ലാവരും ഒന്നും എടുക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ആ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരെ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കും എന്നതാ കാര്യമെന്ന്. ബാബുചാൻ ഉടൻ തന്നെ കമ്മിറ്റിയിലെ ഒരു സഹോദരനെ വിളിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഓ പേടിക്കാനൊന്നുമില്ല റോസമ്മേ, പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തതാ. ഇന്ന് തിരുവല്ല ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഇന്ന് കൺവെൻഷൻ പന്തലിൽ ആരാധനയുണ്ട്. പാസ്റ്റ് അനൗൺസ്മെന്റുകളൊക്കെ നടത്തുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി ഇരുന്നാൽ ഇതാ കുഴപ്പം. എന്നാ വണ്ടി കിട്ടും തിരുവല്ലായിക്ക്. പെട്രോളിന് ഇത്രയും വിലയുള്ള കാലത്ത് പെട്രോൾ അടിച്ച് ഇവിടെ വരെ വന്നതല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും അവിടെ ഷാപ്പാടുള്ളതാ. റോസമ്മേ ഇപ്പൊ മണി 11 നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു 11:30 ആകും. ഇത്രയും 8 മണിക്ക് യോഗം തുടങ്ങിയതാ. ഇത്രയും വൈകി നമ്മൾ കയറിച്ചില്ലെന്ന് വിവരം കണ്ട മോശമാണ്. ഓ അതിലിപ്പോ എന്നായിരിക്കും, നമ്മൾ വില പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൺവെൻഷൻ പന്തലിന് പുറകിലെങ്ങാണ് പ്ലാനിൽ പോയി ഇരുന്നാൽ മതി. ആരും അറിയത്തില്ല. ശുദ്ധനായ ബാബുചായന്റെ അഭിപ്രായങ്ങളും ചിന്തകളും എല്ലാം കറക്റ്റ് ആണെങ്കിലും റോസമാമയെ ധിക്കരിക്കാനുള്ള ധൈര്യം ബാബുചായനില്ല. റോസമാമ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബാബുചായനും റോസമാമയും തിരുവല്ലായിക്ക് വണ്ടി കിട്ടും. പെന്തക്കോസ്ത് കണ്ടതും കേട്ടതും എന്ന ഈ ഭാവനയ്ക്ക് ഞാനിവിടെ തൽക്കാലം വിരാമം കുറിക്കുന്നു. ബാബുചായന്റെ റോസമാമയുടെയും മറ്റു കഥകൾ മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് ഞാൻ ആശിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും എന്നെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഒരു ആശംസയ്ക്ക് വേണ്ടി തിരുവല്ല സെൻട്രൽ അസോസിയേറ്റ് പാസ്റ്ററും IPC പ്രയർ സെന്റർ പാസ്റ്ററുമായ രാജു പോക്കാട് ക്ഷണിക്കുന്നു. മനോഹരമായ വാർഷിക മീറ്റിംഗിൻ്റെ പ്രതിനിധിയെ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. മറക്കാതെ എല്ലാ വർഷവും വാർഷികത്തിന് ക്ഷണിക്കുന്നതിന് സംഘാടകരോട് പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒത്തിരി പൂർവ്വകാല സ്മരണകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ ചെറുപ്പത്തിലെ EPCയിലെ ആദ്യത്തെ ഓടുമേഞ്ഞ ആരാധനാലയം ആദ്യത്തെ ആരാധനാലയമാണ്. പക്ഷേ P. എബ്രഹാമിൻ്റെ ആത്മകഥയും
സിയോഗങ്ങൾ മാസികയിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. IPC ഓടിട്ട 4 വർഷം കെട്ടിയ ഒരു ഹോൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അത് ഞാൻ മറ്റ് സഭകളിലും പരീക്ഷയ്ക്കുമൊക്കെ ഉണ്ടായത്. ആ ഹോള് ശേഷമാണ് രണ്ടാമത് കഞ്ഞടെ പൊളിച്ചു കളഞ്ഞ ഹോളുണ്ടാക്കിയതും പിന്നെ തെരിയ ഹോള് ഉണ്ടായിരുന്നതും ഒക്കെ. ആ ഹോളിലായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ കാലത്തെ സൺഡേ സ്കൂളും PEP ഒക്കെ നടന്നു വന്നത്. പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ട്. അവിടെ ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിച്ചത് PEP നടത്തിയത് ഇവിടെ മരിച്ചുപോയ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ വട്ടം വരുന്നത്. ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച പ്രായമുള്ള അപ്പച്ചന്മാർ, നിൽപ്പാറ അപ്പച്ചൻ ഉൾപ്പെടെയുള്ള പ്രായമുള്ള പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ എല്ലാം ഞാൻ ഉറക്കിയത്. ഈ അയൽക്കാരത്തിൽ പഠിച്ച പഠനങ്ങളും ദൈവവചനവും പ്രാക്ടീസും മാത്രമാണ് നിങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത്. ഏത് രാജ്യത്ത് പോയാലും ഏത് സ്റ്റേറ്റിൽ പ്രസംഗിക്കപ്പെടും. എപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യം അയൽക്കാരന് കിട്ടിയ നല്ല അടിത്തറ, നല്ല പാഠങ്ങളാണ് ഞങ്ങളെ ഉയർത്തുവാൻ ഇടയാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവതരിപ്പിക്കുന്ന നല്ല പ്രോഗ്രാംസ് അവർക്ക് ഭാവിയിൽ അവരെ ആരാക്കും എന്നുള്ളതിനുള്ള നല്ലൊരു പ്രാക്ടീസാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ വാക്കുകൾ അധികരിക്കുന്നില്ല. തിരുവല്ല സഭയിലെ അനുഗ്രഹിക്കുന്ന സഭയാണ് അനിതാൻ സഭ, മാതൃസഭയാണ്. ഈ സഭയുടെ സൺഡേ സ്കൂളും PEP സ്വാതി സമാജവും വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത് പോകുന്നു. നല്ലൊരു പക്ഷേ ചെറുപ്പക്കാരുടെയുണ്ട്. അവർക്ക് അതിലേക്ക് സ്ഥിതിക്കരുത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പാസ്റ്റർക്കായി സ്ഥാപനം പാസ്റ്റർ TBS വളരെ ഭംഗിയായ നിലയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. സഭാ സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പുറകിൽ നിന്ന് അവരെ കൈത്താങ്ങുന്നു. പ്രധാന കവി നമ്മുടെ സൺഡേ സ്കൂളിൽ PEP ഇതുപോലെ സ്വാതി സമാജവും വളരെ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ അത്യാവശ്യമായ മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായതുകൊണ്ട് പോകുന്നതിൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും തിരുവിലാസന്റെ പേരിൽ ഇവിടെ അറിയിച്ചുകൊണ്ട് സമയം അറിയിച്ച കുഞ്ഞുങ്ങളോട് നന്ദി പറയുന്നു. ആശംസയുടെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ പ്രോഗ്രാം കാണാനാണ്. ശാലിനി വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ നല്ല പാട്ടുകൾ പാടുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർ നന്ദി പറയുന്നു. താങ്ക് യു. അതിനായി പെരിയ ഗേൾസിനെ ക്ഷണിച്ചു കൊടുത്തു.